ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ബോഹോ ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ക്യാൻവാസിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഈ 3 പീസിന് വെറും 150 റുപ്പീസേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ സൈസ് വളരെ പെർഫെക്റ്റ് ആണ്. ഇതിലും ചെറിയ ക്യാൻവാസ് ഉണ്ട്, പക്ഷെ നമുക്കത് ടേബിൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ. വാളിൽ ഹാങ് ചെയ്യാൻ ഇതാണ് ബെറ്റർ. അപ്പോൾ ബേസ് കോട്ടായിട്ട് ഐവറി കളറാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മസ്റ്റാർഡ്, യെല്ലോ, ബ്രൗൺ ആ ഒരു കോമ്പിനേഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പോസ് യൂസ് ചെയ്യുക. പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡ്, മീഡിയം ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ് അങ്ങനെയുള്ള രീതിയിൽ 3 ടോൺസ് സെലക്ട് ചെയ്യണം. ഇനി ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് 2 കോട്ട് അപ്ലൈ ചെയ്യാം. ശേഷം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ക്യാൻവാസ് നന്നായി ഡ്രൈ ആയാൽ ഒരു പെൻസിൽ യൂസ് ചെയ്ത് ഇതുപോലെ ഒരു റഫ് സ്കെച്ച് വരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിഡോ കോമ്പസോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ സെമി സർക്കിൾസ് വരച്ചെടുക്കുക. ഇതുപോലെ റാൻഡായിട്ട് 3 ബട്ടർഫ്ലൈസ് ഒക്കെ കൊടുത്ത് ഒരു റഫ് സ്കെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച 3 ഷെയ്ഡ്സ് ഓരോന്നായി സെമി സർക്കിൾസിന് അപ്ലൈ ചെയ്യാം. ഓരോന്നും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പോസ് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കളറിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ്, അതിൻ്റെ മീഡിയം ഷെയ്ഡ്, അതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യണം. നിങ്ങൾ ഈ ബോഹോ ആർട്ട് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. ബോഹോ ആർട്ട് എന്ന് പറയുന്നത് ഒരു ബൊഹേമിയൻ സ്റ്റൈൽ ആർട്ടാണ്. സിംപ്ലിസിറ്റി, ഫ്രഷ്നെസ്, കാംനെസ് ആയിട്ടുള്ള ആർട്ടാണ് ഇത്. സോഫ്റ്റ് കളർ, ഫ്ലോയി ഷേപ്സ്, ബട്ടർഫ്ലൈസ്, ഫ്ലോറൽസ്, നേച്ചർ എലമെൻറ്റ്സ് ഇതൊക്കെയാണ് ഈ സ്റ്റൈലിൻ്റെ പ്രത്യേകത. ബിഗിനേഴ്സിനെല്ലാം ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ സ്റ്റൈലാണ് ബോഹോ ആർട്ട്. ബിക്കോസ് ഇതിലൊരുപാട് എലമെൻറ്റ്സ്, പെർഫെക്ഷൻ ഒന്നും വേണ്ട. നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് ഈ വർക്കിൻ്റെ ബ്യൂട്ടി. നെക്സ്റ്റ് ബട്ടർഫ്ലൈസിനെല്ലാം ഔട്ട്ലൈൻ ചെയ്യണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്കർ, CD മാർക്കറൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ നാരോ ഫൈൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മാർക്കർ യൂസ് ചെയ്യുമായിരിക്കും ബെറ്റർ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈസിനെല്ലാം നീറ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കണം. കാരണം ഈ ഡിസൈനിൽ ഇതാണ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻ.
ലാസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ എഡ്ജസ് എല്ലാം നല്ല ഷാർപ്പായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ബോഹോ ആർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു ആർട്ടാണ്. അതുകൊണ്ട് തന്നെ ബെഡ്റൂം, ലിവിങ് റൂം, സ്റ്റഡി വാൾ എല്ലായിടത്തും നല്ല പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്ക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.